ഞാൻ ഇത്ര ആൾ വിചാരിച്ചിരുന്നത് കമ്മ്യൂണിസത്തിന് ഒരു നൂറ്റാണ്ടിൻ്റെ പ്രായമുള്ളെന്നാണ്. പക്ഷേ ഇന്നത്തെ ഗോസ്പൽ വായിച്ചപ്പോൾ മനസ്സിലായ അല്ല, ക്രിസ്തുവിൻ്റെ സമയത്ത് തന്നെ കമ്മ്യൂണിസമുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. ഇന്ന് ഈശോ പറയുന്ന ഉപമയിൽ നമുക്ക് കമ്മ്യൂണിസ്റ്റുകാരെ കാണാൻ പറ്റും. ഒരു ഉടമസ്ഥൻ സ്ഥലമൊക്കെ മേടിച്ചിട്ട് മുന്തിരി നടുകയാണ്. എന്നിട്ട് പണിക്കാരെ ഏൽപ്പിച്ചിട്ട് ഈ മനുഷ്യൻ പോയി. വിളവെടുപ്പിൻ്റെ കാലമായപ്പോഴേക്കും ഉടമസ്ഥൻ ഭൃത്യന്മാരെ പറഞ്ഞു വിടുകയാണ് ഫ്രൂട്ട്സ് കളക്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റുകാർ, ഈ പണിക്കാരെന്ത് ചെയ്ത് അതിൽ അവർ ഒരുത്തനെ അടിച്ചു കൊന്നു, ഒരുത്തനെ കല്ലെറിഞ്ഞു, ഒരുത്തനെ വെളിയിലേക്ക് എറിഞ്ഞു. അപ്പോൾ ഉടമസ്ഥൻ കരുതി കുറച്ചധികം ആൾക്കാരെ വിടാം, കുറച്ചധികം ഭൃത്യന്മാർ വിടുന്നുണ്ട്, അവരോട് അവരിങ്ങനെയൊക്കെ തന്നെ ചെയ്തു, അടിക്കുകയും തൊഴിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഉടമസ്ഥൻ കരുതാണ് സ്വന്തം മകനെ വിടാം, അവർ ഫ്രൂട്ട്സ് കൊടുക്കും. അങ്ങനെ മകനെ വിട്ടു. ദൂരെ നിന്ന് തന്നെ അവർ മകനെ കാണുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, ദേവനയുടെ അവകാശം, ഇവനെ കൊന്നുകഴിഞ്ഞ് നമുക്ക് ഇതിൻ്റെ അവകാശം, ഈ ഭൂമിയുടെ അവകാശം സ്വന്തമാക്കാം. അങ്ങനെ മകനെ അവർ വെളിയിലേക്ക് എറിഞ്ഞ് കൊന്നുകളയാണ്. അങ്ങനെ ആ ഭൂമി അവരുടെ സ്വന്തമാക്കാണ്. അവരുടേതല്ല, അവർ പണിയെടുത്തെന്ന് പറഞ്ഞുകൊണ്ട് അവർ സ്വന്തമാക്കാണ്. ഇത് കമ്മ്യൂണിസ്റ്റിൻ്റെ ഒരു ഐഡിയോളജിയാണ്. രക്തസാക്ഷികൾ സിന്ദാബാദ് എന്നൊരു മലയാള സിനിമയിൽ ഇത് വളരെ മനോഹരമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. ഒരു പാട്ട് രൂപത്തിൽ ഒരാൺകിളിയും പെൺകിളിയും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ ആൺകിളി പാടും, നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ. അപ്പോൾ ഈ പൈങ്കിളി പെൺകിളി പറയുന്നുണ്ട്, അത് ജന്മി തമ്പ്രാക്കളുടേതല്ലേ. അപ്പോൾ ആൺകിളി പറയാൻ, അല്ല, വിത്ത് വിതച്ചതും വിള കാത്തു കിടന്ന് നമ്മളല്ലേ, കറ്റകൾ കൊയ്തതും മെതിച്ചതും നമ്മളല്ലേ. അപ്പോൾ പെൺകിളി പറയും, എന്നാലും മണ്ണിനുടമകൾ അവരല്ലേ. അല്ലെന്നേ, ചക്രം തിരിച്ചതും വെള്ളം തേകി ഒഴിച്ചതും മഴയത്തും കാറ്റത്തും ഒക്കെ ഇതിന് കാവലിടുന്നത് നമ്മളല്ലേ. അപ്പോൾ ഇത് നമ്മുടെ വയലാണ്, നമ്മുടെ ഭൂമിയാണ്. ഇതാണ് അവരുടെ ഐഡിയോളജി. ഇതിൽ ഉടമസ്ഥനില്ല എന്ന് പറയാം. ഉടമസ്ഥനില്ല, ഈ ഉടമസ്ഥനില്ലെന്നവർ പറയുന്നതല്ലേ ദൈവമില്ലെന്ന് പറയുന്നത്. ഇതെൻ്റെ സ്വന്തമാണ്, ഇത് ഞാൻ പണിയെടുക്കുന്നതുകൊണ്ട് ഇതെൻ്റെ ഭൂമിയാണെന്ന് ചിന്തിക്കുകയാണ്. അങ്ങനെയാണ് കേരളത്തിൽ ഭൂസമരങ്ങളൊക്കെ നടക്കുന്നത്. ഒരുപാട് പേർക്ക് ഭൂമിയൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ അതിൽ വലിയൊരു അപകടം എന്താണെന്നറിയാമോ? നമ്മൾ ഒരു വലിയ ഉടമസ്ഥനെ മറന്നു പോവാണ്. ഈ ഭൂമിയും നമ്മുടെ ജീവിതവും അത് നട്ടത് ദൈവമാണ്, ദൈവത്തിൻ്റെ സ്വന്തമാണ്. നമ്മൾ തൽക്കാലത്തേക്കാണ് ഇവിടെ ഉണ്ടാകുന്ന ഫലങ്ങളെല്ലാം അത് ദൈവത്തിന് കൊടുക്കേണ്ടതാണ്, നമ്മൾ മറന്നു പോവാണ്. അങ്ങനെ മറക്കുമ്പോൾ എന്താ ഗോസ്പൽ ഈശോ പറയുന്നവരെ അതെടുത്ത് ഫലം പുറപ്പെടുവിക്കുന്ന ആർക്കെങ്കിലുമൊക്കെ കൊടുക്കും.